നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ ആത്മഹത്യ കേരളത്തെ വല്ലാതെ ഞെട്ടിച്ച ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരള പോലീസ് IB ഒക്കെ ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ മരണത്തിന് കാരണക്കാരനായ മേഘ മധുവിന്റെ സുഹൃത്ത് IB ഉദ്യോഗസ്ഥൻ കൂടിയായ സുഗാന്ത് സുരേഷിന് ഒരേ സമയമുണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങളാണ് എന്നുള്ളതാണ്. മേഘ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിനു ശേഷം തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. മേഘയും സുഗാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ന്യൂസ് 8-ന് കിട്ടിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടെ സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അറസ്റ്റ് മറ്റും ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, ഈ കുട്ടി മേഘ IB ഉദ്യോഗസ്ഥ അവർ ചികിത്സ തേടി എന്നുള്ളതാണ്. സാമ്പത്തികമായി മാത്രമല്ല ഉപയോഗപ്പെടുത്തിയത് ഈ പ്രതി, ഒപ്പം ലൈംഗികമായും മേഘയെ പീഡിപ്പിച്ചിരുന്നു. ലൈംഗികമായി മേഘ ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് ചെറിയ സംഭവമല്ല. സ്വാഭാവികമായും ഇയാൾക്ക് കുരുക്ക് മുറുകുകയാണ്. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയിരിക്കുന്നത്? ഈ മേഘ മധുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം വിവാഹത്തിൽ നിന്ന് ഈ സുഗാന്ത് സുരേഷ് പിന്മാറി എന്നതിനപ്പുറത്തേക്ക് ശാരീരികമായി ദുരുപയോഗം ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസികമായ സമ്മർദ്ദങ്ങൾ, അതിനുശേഷം തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കം സുഗാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു പശ്ചാത്തലമാണ് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സുഗാന്തിനെതിരായ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വ്യാപകമായ അന്വേഷണം സുഗാന്തിന് വേണ്ടി കേരളത്തിനകത്തും പുറത്തും പോലീസും IB ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സുഗാന്തോ കുടുംബാംഗങ്ങളോ എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരങ്ങളുമില്ല. ആദ്യം മലപ്പുറത്തെ വീട്ടിലാണ് അന്വേഷണ സംഘം എത്തിയത്. അവിടെ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ സുഗാന്ത് താമസിച്ചിരുന്ന സ്ഥലത്ത് മുറിക്കുള്ളിൽ വ്യാപകമായ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടയിലാണ് സുഗാന്ത് സുരേഷിന് ഈ മേഘ മധുവിന് പുറമെ IBയിലെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അതോടൊപ്പം 2 തവണ സിവിൽ സർവീസ് പ്രിലിംസ് പാസ്സായ സുഗാന്ത് മെയിൻസിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി പരീക്ഷ എഴുതിയെങ്കിലും പരാജയപ്പെട്ടു. പക്ഷേ IAS മോഹം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന പേഴ്സണൽ ഡയറിയിൽ സുഗാന്ത് സുരേഷ് IAS എന്ന് എഴുതിയിരുന്നതായും, അതോടൊപ്പം ഈ ഡയറിക്കുള്ളിൽ ഓരോ ദിവസവും എന്താണ് പഠിച്ചത്, എന്താണ് പഠിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നതായുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതായത് ഒരു ഒഴിവ് കഴിവ് എന്ന വണ്ണം ഈ മേഘയോട് അടക്കം സുഗാന്ത് പറഞ്ഞിരുന്നത് ഈ വിവാഹം എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കാനാവില്ല, കാരണം താൻ സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, IAS നേടിയിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. ഈ ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് മേഘയുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നത് സുഗാന്ത്. അതിനിടയിലാണ് ഈ ശാരീരികമായ ഒരു ദുരുപയോഗം ഉണ്ടാകുകയും അത് വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അതാണ് ഇത്തരത്തിൽ വലിയ, അതായത് പോലീസിൻ്റെ അന്വേഷണത്തെയും അതോടൊപ്പം തന്നെ IB ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തെയുമൊക്കെ വലിയ തരത്തിൽ കുഴയ്ക്കുന്ന തരത്തിലേക്ക്, എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകാത്തൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത് എന്തായാലും വിശദമായ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതായത് ഈ സുഗാന്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു എന്ന കാര്യത്തിൽ അടക്കം വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് സൂചന. അതോടൊപ്പം സാമ്പത്തികമായി ഈ ചൂഷണം ചെയ്തിരുന്നത് മേഘ മധുവിനെ മാത്രമാണ്. മറ്റ് 2 പേരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ സുഗാന്ത് സുരേഷിന് കഴിഞ്ഞിരുന്നില്ല എന്നുകൂടി ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതായാണ് നമുക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ കുട്ടി, നമുക്ക് നേരത്തെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത് മേഘയുടെ ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം ഈ സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിരുന്നു. അതായത് കൃത്യമായി തന്നെ സാമ്പത്തികമായി ഒരുപാട് സുഗാന്ത് യൂസ് ചെയ്തിരുന്നു മേഘയെ. അതിനൊപ്പമാണ് ഈ പറഞ്ഞതുപോലെ ലൈംഗിക ചൂഷണത്തിനടക്കം ഇരയാക്കുകയും ഈ പെൺകുട്ടി ഗർഭചിത്രത്തിനടക്കം തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും മറ്റും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഇയാളൊരു സൈക്കോ ക്രിമിനലാണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ, അതായത് മറ്റ് 2 ബന്ധങ്ങൾ കൂടി ഇയാൾക്കുണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയപ്പോൾ മറ്റൊരു ഉത്തരേന്ത്യക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു സൈക്കോ ആൾ എന്ന തരത്തിൽ തന്നെ ഇയാളെ കാണാം. അങ്ങനെ തന്നെയാണോ അന്വേഷണ സംഘവും ആ തരത്തിൽ തന്നെയാണോ അന്വേഷിക്കുന്നത്? രഞ്ജിത്ത്, ടൈം പാസിന് വേണ്ടി, അതായത് സിവിൽ സർവീസ് പഠനത്തിനിടയിലുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നുള്ളൊരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 പേരെ ഒരേ സമയം
ഇങ്ങനെ 3 പേരുമായി ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നതെന്നും എന്നാൽ ആ 3 പേർക്കും പരസ്പരം അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്ന കാര്യം അറിയത്തില്ലായിരുന്നു എന്നുമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ മേഘ വിവാഹം കഴിക്കണം, എത്രയും പെട്ടെന്ന് വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ പശ്ചാത്തലം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ശാരീരികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലം തന്നെയാണ്. പക്ഷേ അപ്പോഴാണ് ബോധപൂർവമായി ഈ വിവാഹ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം സുഗാന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉടലെടുക്കുകയും അത് കുടുംബാംഗങ്ങൾ തന്നെ ആദ്യഘട്ടത്തിൽ ഒരുപാട് എതിർത്തിരുന്നു സുഗാന്തുമായുള്ള ഈ വിവാഹബന്ധത്തെ. പക്ഷേ പിന്നീട് ഈ മേഘ തന്നെ ഈ ഒരു ബന്ധം മതി, തനിക്ക് സുഗാന്തിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം കുടുംബാംഗങ്ങളെ അടക്കം പറഞ്ഞ് ബന്ധുക്കളെ അടക്കം പറഞ്ഞ് അവരുടെ ഈ മേഘയുടെ പാതയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഈ വിവാഹാലോചനയിൽ നിന്ന് സുഗാന്ത് തന്നെ പിന്മാറുന്ന പശ്ചാത്തലമുണ്ടായത്. 2 സംഭവങ്ങൾ ഒരുപോലെ ഉണ്ടായത്, അതായത് ഒന്ന് ശാരീരികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു, അതിന് പിന്നാലെ വിവാഹം കഴിക്കാൻ ഇല്ല എന്ന നിലപാടിലേക്ക് സുഗാന്ത് എത്തുന്നു. ഇത് രണ്ടും ഒരുപോലെ ഉണ്ടായതോടെയാണ് പിന്നീട് തനിക്ക് മുമ്പിൽ ഒരു പോംവഴിയില്ല എന്ന് കണ്ട് ജീവനെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മേഘ തന്നെ എത്തിയത് എന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായി വരും. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിശദമായ അന്വേഷണം സംസ്ഥാനത്തിനകത്തും പുറത്തും സുഗാന്തിനെ പിടികൂടുന്നതിന് വേണ്ടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ താമസിക്കുന്ന വീട്ടിൽ ഇയാളുടെ മാതാപിതാക്കളെ കാണാനില്ല, ഇയാളുമായി ബന്ധപ്പെട്ട സൂചനകളില്ല. നമ്മളിപ്പോൾ ഓൺലൈൻ വീഡിയോയിൽ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് അവിടെ ചില വളർത്തുമൃഗങ്ങൾ മാത്രമാണ്. 8ഓളം പശുക്കൾ, ഒരു നായ, പിന്നെ കുറേ കോഴികൾ. ഇതിനൊന്നും ആഹാരം കൊടുക്കാൻ പോലും ആരുമില്ലാത്ത തരത്തിലാണ്. ഇയാളുടെ ബന്ധുവീടുകളിലും മറ്റും പോലീസ് സംഘത്തിൻ്റെ അന്വേഷണമുണ്ട്. അപ്പം IBയുടെ ഒരു അന്വേഷണം കൂടി ഉണ്ടല്ലോ ഡാൻ, അത് വളരെ പ്രധാനമാണല്ലോ. കാരണം കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇയാളെ പുറത്താക്കുക, ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക, അങ്ങനെ എല്ലാ തരത്തിലും കാര്യങ്ങൾ നീങ്ങിയേക്കാം. ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പുറത്തിറക്കിയിരുന്നു. എത്ര നാളിങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കുമെന്നുള്ളതാണ്. മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അയാളിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങാതിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇയാൾ പിടിയിലാകുമെന്നുള്ള സൂചനകൾ തന്നെയാണോ ലഭിക്കുന്നത്? ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല. അതായത് ഇയാൾ എത്താനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലായി പല സംഘങ്ങളായി തിരിഞ്ഞെത്തിയിരുന്നു. പക്ഷേ അപ്പോഴും സുഗാന്തിനെയോ മാതാപിതാക്കളെ സംബന്ധിച്ച ഒരു സൂചനകളും അവർക്ക് ലഭിച്ചിട്ടില്ല. അവിടെ പ്രധാനമായിട്ടുള്ളത് ഈ പല സ്ഥലങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട സുഗാന്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായി എവിടെയെങ്കിലും സ്ഥലത്ത് തങ്ങാനുള്ള ഒരു സാധ്യതയ്ക്ക് തന്നെയാണ് പോലീസ് മുൻതൂക്കം നൽകുന്നത്. രാജ്യം വിട്ടിട്ടില്ല എന്നാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ, അതായത് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെയും IBയുടെയും പരിശോധന നടക്കുന്നത്. രാജ്യം വിടാനുള്ള ഒരു സാധ്യതയുമില്ല. ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് ഒളിവിൽ കഴിയുകയാകാം സുഗാന്ത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴും ഈ തെരച്ചിലിങ്ങനെ ഊർജിതമായി തന്നെ തുടരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ സംഭവത്തിൽ ഇരയായിരിക്കുന്നതും ആരോപണ വിധേയരായിരിക്കുന്നതും കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള IBയുടെ 2 ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കടുത്ത സമ്മർദ്ദം നേരിടുന്നു എന്ന ചില സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിലൊന്ന്, ഈ പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന്. ഇയാൾക്ക് മറ്റ് 2 ബന്ധങ്ങളുണ്ടായിരുന്നു, മറ്റ് 2 പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നു. മൊത്തം 3 പേരെ ഒരേ സമയം പ്രണയിച്ചിരുന്ന ഒരാൾ. അത് മാത്രമല്ല, പ്രണയം മാത്രമല്ല, ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒപ്പം ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. 24-25 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിയെ സാമ്പത്തികമായും ഇയാളുടെ സ്വാധീനത്തിൽ പണമൊക്കെ കൊടുക്കേണ്ട പശ്ചാത്തലം ഈ പെൺകുട്ടിക്കുണ്ടാകുന്നു. ഒപ്പം ഈ പെൺകുട്ടിയെ മാനസികമായും പീഡിപ്പിച്ചിരുന്നു. ഡാൻ, അതിൽ പ്രധാനപ്പെട്ട കാര്യം 3 കോളുകൾ 3 തവണ ഈ ആത്മഹത്യക്ക് തൊട്ട് മുൻപ് ഈ ഫോൺ ചെയ്ത് സംസാരിക്കുകയും അതിനുശേഷം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയുമാണല്ലോ ഈ പെൺകുട്ടി ചെയ്തത്. ഇതിൽ 3 കോളുകളാണ് എന്ന് മനസ്സിലാകുന്നു. 3 കോളുകൾ ചെയ്തിരുന്നു. അതിൽ 8 സെക്കൻഡൊക്കെ നീളുന്ന ചെറിയ ചെറിയ കോളുകളാണ്. ഇതെല്ലാം ഇയാളുമായി ബന്ധപ്പെട്ട കോളുകൾ തന്നെയാണ്. ഇതൊക്കെ എന്താണ് സംസാരിച്ചത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടി വന്നത്. ഇയാളുടെ എന്തെങ്കിലും പ്രേരണയോ ആത്മഹത്യാ പ്രേരണയോ അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പരസ്പരമുള്ള തർക്കമോ ഒക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാകുമല്ലോ. അത്തരം അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് കൂടുതലായി ലഭിക്കുന്നുണ്ടോ?
രഞ്ജിത്ത്, അത് ഏറെക്കുറെ പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത് ഇങ്ങനെ, അതായത് ആത്മഹത്യ ചെയ്യണമെന്ന തീരുമാനം തൊട്ട് തലേ ദിവസം തന്നെ ഈ മേഘ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹപ്രവർത്തകരോടക്കം മനോവ്യഥയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചില ദുരനുഭവങ്ങൾ പങ്കുവെച്ചത് എന്നാണ്. പക്ഷേ അവർക്കന്ന് അധിക നേരം ഈ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല മേഘയുടെ അടുത്ത്. കാരണം ഔദ്യോഗികമായ ചില ജോലി തിരക്കുകൾ കാരണം ഉദ്യോഗസ്ഥർക്ക് പല വഴിയായി എയർപോർട്ടിൽ തന്നെ പല വഴിയായി നീങ്ങേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുകയും മേഘയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇത് സംബന്ധിച്ച മൊഴിയൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവർ നൽകിയിട്ടുമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഫോൺ കോൾ വിശദാംശങ്ങളിൽ നിന്ന് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്, അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ഒരു നിഗമനം, താൻ ജീവനൊടുക്കാൻ പോകുകയാണ് എന്നൊരു വിവരം അത് സുഗാൻ സുരേഷിനെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ ഫോൺ കോളുകൾ. അതിനപ്പുറത്തേക്ക് പെട്ടെന്നുണ്ടായ ആ ഫോൺ കോളുകളല്ല പ്രകോപനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. കാരണം ഈ ഫോൺ വിളിച്ചുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു നീങ്ങുന്നത്. ഈ റെയിൽവേ ട്രാക്കും ഈ മേഘ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ മേഘയ്ക്ക് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്തേണ്ട, ചാക്കഭാഗത്തേക്ക് എത്തേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കൃത്യമായി ആത്മഹത്യ ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ചാക്കയ്ക്ക് സമീപം ഈ റെയിൽവേ ട്രാക്കിലൂടെ മേഘ നടന്നു വന്നത്. അപ്പോൾ ഫോണിൽ വിളിച്ച് ഇക്കാര്യം തൻ്റെ ആൺ സുഹൃത്തിനെ അറിയിക്കാനുള്ള ഒരു നീക്കമാണ് മേഘയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. അതായത് ഈ ശാരീരികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ ഈ വിവാഹാലോചനയിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതിൽ മനം തകർന്നാണ് ജീവനൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള മേഘ എന്ന കൂടൽ സ്വദേശിനി എത്തിയത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേരുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് അത്. കൂടുതൽ കണ്ടെത്തലുകൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പോലീസ് കൂടുതൽ തെളിവുകൾ തേടുന്നുണ്ട്. ഈ പ്രതിക്കായുള്ള, സുഗാന്തിനായുള്ള അന്വേഷണവും സുഗാന്ത് സുരേഷിനായുള്ള അന്വേഷണവും മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അറസ്റ്റ് അടക്കം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.